തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തി ബാഗിലാക്കി സൂക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ സുനിൽ അരിമാനൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സുനിൽ അരിമാനൂർ, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, രാവിലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ക്ലീനിംഗ് ജോലികൾ നടത്തിക്കൊണ്ടിരുന്ന ജീവനക്കാരാണ് ഉപേക്ഷിച്ച നിലയിൽ ഒരു ബാഗ് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് ഇവർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തുമ്പോഴാണ് ഈ ബാഗിനകത്ത് നവജാത ശിശുവിന്റെ മൃതദേഹം ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകൾ പോലീസ് നടത്തിയിരുന്നു. 2 ദിവസം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹമാണെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തൃശൂർ റെയിൽവേ പോലീസ് ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണവും പോലീസ് ഈ വിഷയത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. അജിംഷ, തീർച്ചയായും ഇത്തരത്തിൽ നേരത്തെയും ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് കുട്ടികളുടെ മൃതദേഹം കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതേ സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ, ഔദ്യോഗികമല്ലെങ്കിൽ പോലും അനൗദ്യോഗികമായുള്ള സൂചനകളുണ്ടോ? അജിംഷാദ്, സാധാരണഗതിയിൽ ഇതുപോലെ കുട്ടികളെ ഉപേക്ഷിക്കുന്ന തരത്തിൽ ഈ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം നവജാത ശിശുക്കൾ ഇതുപോലെ ബാഗുകളിലും അല്ലെങ്കിൽ മറ്റു തുണിയിലുമൊക്കെ പൊതിഞ്ഞ് ഉപേക്ഷിക്കുന്ന നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CCTV കൂടെ പരിശോധിക്കാനായിട്ട് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് റെയിൽവേയുടെ സഹായത്തോടുകൂടി, റെയിൽവേ പോലീസിന്റെ സഹായത്തോടുകൂടി മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പോലീസിലെ SHO ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി.